21ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ യൂണിവേഴ്സൽ റൂൾസ് ഓഫ് ബയോളജിക്കൽ നോമൻക്ലേച്ചർ ഈസ് ഇൻകറക്റ്റ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ഇൻകറക്റ്റ് ആയത് ഏതാ സ്റ്റേറ്റ്മെൻ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ, ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്, അത് കറക്റ്റാണ്. ഓപ്ഷൻ ബി, ദ ഫസ്റ്റ് വേർഡ് ഇൻ എ ബയോളജിക്കൽ നെയിം റെപ്രസെൻറ്റ് ദ ജീനസ് വൈൽ ദ സെക്കൻഡ് കമ്പോണൻറ്റ് ഡിനോട്ട്സ് ദ സ്പീഷ്യസ്, അത് കറക്റ്റാണ്. സി, both the words in a biological name when handwritten are separately underlined or printed in italics to indicate their Latin origin, അതും കറക്റ്റാണ്. ഓപ്ഷൻ ഡി, ദ സ്പെസിഫിക് എപ്പിത്തറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ വൈൽ ദ ജനറിക് എപ്പിത്തറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ സ്മോൾ ലെറ്റർ. ഇറ്റ് ക്യാൻ ബി ഇലസ്ട്രേറ്റഡ് വിത്ത് ദ എക്സാമ്പിൾ ഓഫ് മാൻജിഫെറ ഇൻഡിക്ക. ഇതിൽ ഒരു തെറ്റുണ്ട്, കാരണം ജനറിക് നെയിമാണ് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക, സ്പെസിഫിക് നെയിം സ്മോൾ ലെറ്റർ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. മാൻജിഫെറ ഇൻഡിക്ക എന്ന് എഴുതിയതിലും തെറ്റുണ്ട്, കാരണം എം ക്യാപിറ്റലും ഐ സ്മോൾ ലെറ്ററും ആയിരിക്കണം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. 22ാമത്തെ ചോദ്യം, സെലക്ട് ദ കറക്റ്റ്ലി റിട്ടൺ ബൊട്ടാനിക്കൽ ഓർ സുവോളജിക്കൽ നെയിം. ഇപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ബൊട്ടാനിക്കൽ ഓർ സുവോളജിക്കൽ നെയിംസ് ആണ്. ഇതിൽ കറക്റ്റ്ലി റിട്ടൺ ആയിട്ടുള്ള ബൊട്ടാനിക്കൽ ഓർ സുവോളജിക്കൽ നെയിം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഹോമോ സാപ്പിയൻസ്. ഇതിൽ എച്ച് ക്യാപിറ്റലാണ്, എസ്സും ക്യാപിറ്റലാണ്, അത് കാരണം അത് തെറ്റാണ്. ബി, പാന്തേറ ടൈഗ്രിസ്. ഇതിൽ പി ക്യാപിറ്റലാണ്, ടി സ്മോൾ ലെറ്റർ ആണ്, അപ്പോൾ ഇത് കറക്റ്റാണ്. പിസം സറ്റൈവം എന്ന് തന്നിട്ടുള്ളതിൽ ഇറ്റാലിക്സിലല്ല പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. സറ്റൈവം എന്നുള്ളത് നോർമൽ പ്രിൻറ്റിംഗ് ആണ്, അത് കാരണം അത് തെറ്റാണ്. മാൻജിഫെറ ഇൻഡിക്ക എന്നുള്ളതിൽ എം ക്യാപിറ്റലാണ്, ഐ ക്യാപിറ്റലാണ്, അത് കാരണം അത് തെറ്റാണ്. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, കാരണം ഇറ്റാലിക്സിൽ പ്രിൻറ്റും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലെറ്റർ ഓഫ് ജീനസ് ക്യാപിറ്റലും ഫസ്റ്റ് ലെറ്റർ ഓഫ് സ്പീഷ്യസ് സ്മോൾ ലെറ്ററിലും തന്നിട്ടുണ്ട്. അങ്ങനെ 22 ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 23ാമത്തെ ചോദ്യം, സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ബയോളജിക്കൽ നെയിം. ബയോളജിക്കൽ നെയിംസിനെ പറ്റിയിട്ടുള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദേ ആർ ബൈനോമിയൽ, ദേ ആർ ഡിസ്ക്രിപ്റ്റീവ്, ദേ ആർ യൂണിവേഴ്സൽ, ഓൾ ഓഫ് ദീസ്. 23ൻ്റെ ആൻസർ ഓൾ ഓഫ് ദീസ്. ബയോളജിക്കൽ നെയിംസ് ബൈനോമിയലാണ്, ഡിസ്ക്രിപ്റ്റീവാണ്, യൂണിവേഴ്സലാണ്. 24ാമത്തെ ചോദ്യം, ദ സയൻറ്റിഫിക് നെയിം ഓഫ് ബനിയൻ ഈസ് റിട്ടൺ ആസ് ഫൈക്കസ് ബംഗാലെൻസിസ് എൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദിസ്? അപ്പോൾ ബനിയൻ ട്രീയുടെ സയൻറ്റിഫിക് നെയിമാണ് ഫൈക്കസ് ബംഗാലെൻസിസ് എൽ എന്നുള്ളത്. അതിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് താഴെ തന്നിരിക്കുന്നത്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ലെറ്റർ എൽ സിഗ്നിഫൈസ് ലാറ്റിൻ ലാംഗ്വേജ്. അല്ല, എൽ എന്നുള്ളത് ലാംഗ്വേജിനെ അല്ല സൂചിപ്പിക്കുന്നത്. എൽ എന്നുള്ളത് അത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻ ബി, ദ നെയിം ഷുഡ് ബി റിട്ടൺ റിവേഴ്സ് വിത്ത് ബംഗാലെൻസിസ് പ്രിസൈഡിങ് ഫൈക്കസ്. ബിയിൽ പറയുന്നത് ബംഗാലെൻസിസ് ഫൈക്കസ് എന്ന് എഴുതണം എന്നാണ്. അങ്ങനെയല്ലല്ലോ, ഇത് ഈ ഓർഡർ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ബി എന്നുള്ള ഓപ്ഷനും തെറ്റാണ്. സി, ലെറ്റർ എൽ സിഗ്നിഫൈസ് ദ ടാക്സോണമിസ്റ്റ് ലിനേയസ്. അത് കറക്റ്റാണ്, കാരണം ഫൈക്കസ് ബംഗാലെൻസിസ് കണ്ടുപിടിച്ച ആൾ, ആ കണ്ടുപിടിച്ച ടാക്സോണമിസ്റ്റ് ലിനേയസ് ആണ്. ആ ലിനേയസിലെ എല്ലിനെയാണ് ഫൈക്കസ് ബംഗാലെൻസിസ് എന്ന് എഴുതി കഴിഞ്ഞിട്ട് ബാക്കിയൊരു എല്ലായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് ബംഗാലെൻസിസ് ഈസ് എ ജനറിക് നെയിം. അതല്ല, കാരണം ഫൈക്കസ് എന്നുള്ളതാണ് ജനറിക് നെയിം, ബംഗാലെൻസിസ് എന്നുള്ളത് സ്പെസിഫിക് നെയിം. അത് കഴിഞ്ഞിട്ട് എഴുതുന്നത് ടാക്സോണമിസ്റ്റിൻ്റെ നെയിം. ആ ഓർഡർ കൊടുത്തു വയ്ക്കണം. 25ാമത്തെ ചോദ്യം, ദ തേർഡ് നെയിം ഇൻ ട്രൈനോമിയൽ നോമൻക്ലേച്ചർ ഈസ്. ബുക്കിൽ ഇല്ലാത്തതാണ്. ഓപ്ഷൻ എ, സ്പീഷ്യസ്, ബി, സബ്ജീനസ്, സി, സബ്സ്പീഷ്യസ്, ഡി, എക്കോ ടൈപ്പ്. 25ൻ്റെ ഉത്തരം ഓപ്ഷൻ സി, സബ്സ്പീഷ്യസ് ആണ്. ട്രൈനോമിയൽ നോമൻക്ലേച്ചർ, ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ് പഠിച്ചിട്ടുള്ളത്. ട്രൈനോമിയൽ നോമൻക്ലേച്ചറിൽ തേർഡ് നെയിം വരുന്നത് സബ്സ്പീഷ്യസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജീനസ്, സ്പീഷ്യസ്, സബ്സ്പീഷ്യസ്. 26ാമത്തെ ചോദ്യം, ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ഹാവ് മെനി അഡ്വാൻറ്റേജസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗോൾ ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന് ധാരാളം അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ഗോൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. എ, ടു ഡെപ്പിക്റ്റ് കൺവേർജൻ ഇവല്യൂഷൻ. അത് തെറ്റാണ്. കൺവേർജൻ്റ് ഇവല്യൂഷനെ ഡെപ്പിക്റ്റ് ചെയ്യാനൊന്നും ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉത്തരം. ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ
to clarify relationship among organism, to help us remember organism and their trait, to identify the name organism, to identify and name organism. ഈ ബിയും സിയും ഡിയും കറക്റ്റാണ്, ശരിയായ കാര്യങ്ങളാണ്. പക്ഷെ ടു ഡെപ്പിക്ട് കൺവേർജൻ ഇവല്യൂഷൻ എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. 27ാമത്തെ ചോദ്യം, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്ലാന്റ് ടാക്സോണമി ഈസ്. പ്ലാന്റിൻ്റെ ടാക്സോണമി, പ്ലാന്റ് ടാക്സോണമിയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ടു സ്റ്റഡി ദ വേൾഡ്സ് ഫ്ലോറ, അത് കറക്റ്റാണ്. ഓപ്ഷൻ ബി ടു പ്രൊവൈഡ് എ മെത്തേഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ, അതും കറക്റ്റാണ്. ഓപ്ഷൻ സി ടു പ്രൊവൈഡ് ലാറ്റിൻ സയൻറ്റിഫിക് നെയിംസ് ഫോർ എവറി ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ഇൻ ദ വേൾഡ്, അതും കറക്റ്റാണ്. ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് ഓൾ ഓഫ് ദീസ്. അപ്പോൾ 27ൻ്റെ ഉത്തരം ഓൾ ഓഫ് ദീസ്. 28ാമത്തെ ചോദ്യം, ദ മെയിൻ പർപ്പസ് ഫോർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ഈസ് ടു. ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉപയോഗം എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്റ്റഡി ജോഗ്രഫി, അതാണോ? അതല്ല. ഓപ്ഷൻ ബി ലൊക്കേറ്റ് പ്ലാന്റ് ആൻഡ് ആനിമൽസ്, അതുമല്ല. എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് എമംഗ് ഓർഗാനിസം, അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, പർപ്പസ് ആണ്. ഓപ്ഷൻ ഡി സ്റ്റഡി ഇവല്യൂഷൻ, അത് തെറ്റാണ്. 28ൻ്റെ ഉത്തരം ഓപ്ഷൻ സി. അപ്പോൾ മെയിൻ പർപ്പസ് ഫോർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം എന്താണ്? എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് എമംഗ് ഓർഗാനിസംസ്. 29ാമത്തെ ചോദ്യം, ഹു റോട്ട് സ്പീഷ്യസ് പ്ലാന്റാരം ആൻഡ് പ്രൊവൈഡഡ് എ ബേസിസ് ഫോർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ്. സ്പീഷ്യസ് പ്ലാന്റാരം എഴുതിയത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അതാരാണ്? 29. ഓപ്ഷൻ എ കാർലസ് ലിനേയസ്, ഓപ്ഷൻ ബി ചാൾസ് ഡാർവിൻ, ഓപ്ഷൻ സി റോബർട്ട് ഹുക്ക്, ഓപ്ഷൻ ഡി ല്യൂവൻ ഹുക്ക്. ഇതിൻ്റെ ഉത്തരം കാർലസ് ലിനേയസ് ആണ്. 29 എ. 30ാമത്തെ ചോദ്യം, കാർലസ് ലിനേയസ് ബിലോങ്സ് ടു. ഇയാളുടെ സ്ഥലം എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. എ ഫ്രാൻസ്, ബി ജർമ്മനി, സി സ്വീഡൻ, ഡി ഹോളണ്ട്. ആൻസർ ഓപ്ഷൻ സി സ്വീഡൻ ടാക്സോണമിസ്റ്റാണ് കാർലസ് ലിനേയസ്. 31ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബുക്സ് വാസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ലിനേയസ്. ലിനേയസ് എഴുതിയ ബുക്ക് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സിസ്റ്റമ നാച്ചുറേ, ഓപ്ഷൻ ബി ഹിസ്റ്റോറിയ പ്ലാന്റാരം, സി ഹിസ്റ്റോറിയ നാച്ചുറലിസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. 31ൻ്റെ ഉത്തരം ഓപ്ഷൻ എ സിസ്റ്റമ നാച്ചുറേ. 32ാമത്തെ ചോദ്യം, ദ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ് ഡെവലപ്ഡ് ബൈ ലിനേയസ് ഇൻ ഹിസ് ബുക്ക്. ലിനേയസിൻ്റെ ഏത് ബുക്കിലാണ് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ പറ്റിയിട്ട് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഫിലോസോഫിയ ബൊട്ടാനിക്ക, ഓപ്ഷൻ ബി ഹിസ്റ്റോറിയ പ്ലാന്റാരം, ഓപ്ഷൻ സി സ്പീഷ്യസ് പ്ലാന്റാരം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഫിലോസോഫിയ ബൊട്ടാനിക്ക. 32 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. 33ാമത്തെ ക്വസ്റ്റ്യൻ, ലിനേയസ് ഡിസ്ക്രൈബ്ഡ് 5900 സ്പീഷ്യസ് ഓഫ് പ്ലാന്റ്സ് ഇൻ ഹിസ് ബുക്ക് ഡാഷ് ആൻഡ് 4326 സ്പീഷ്യസ് ഓഫ് ആനിമൽസ് ഇൻ ഹിസ് ബുക്ക് ഡാഷ്. അപ്പോൾ ലിനേയസിൻ്റെ സ്പീഷ്യസ് ഓഫ് പ്ലാന്റ്സിനെ പറ്റിയിട്ടും സ്പീഷ്യസ് ഓഫ് ആനിമൽസിനെ പറ്റിയിട്ടും പറയുന്ന ബുക്കുകളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സിനെ പറ്റിയിട്ട് പറയുന്ന ബുക്കിൻ്റെ പേര് സ്പീഷ്യസ് പ്ലാന്റാരവും ആനിമൽസിനെ പറ്റി പറയുന്ന ബുക്കിൻ്റെ പേര് സിസ്റ്റമ നാച്ചുറേ ആണ്. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി സ്പീഷ്യസ് പ്ലാന്റാരം സിസ്റ്റമ നാച്ചുറേ. സ്പീഷ്യസ് പ്ലാന്റാരം പ്ലാന്റ്സിനെ പറ്റിയിട്ട്, സിസ്റ്റമ നാച്ചുറേ ആനിമൽസിനെ പറ്റിയിട്ട്. 34ാമത്തെ ക്വസ്റ്റ്യൻ, ആൻ ഇംഗ്ലീഷ് നാച്ചുറലിസ്റ്റ് ഹു റോട്ട് ദ ബുക്ക് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റാരം ആൻഡ് ഇൻട്രൊഡ്യൂസ് ദ വേർഡ് സ്പീഷ്യസ് വാസ്. സ്പീഷ്യസ് എന്നുള്ള വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളും ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റാരം എന്ന ബുക്ക് എഴുതിയ ആൾ ഇംഗ്ലീഷ് നാച്ചുറലിസ്റ്റ് ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ തിയോഫ്രാസ്റ്റസ്, ഓപ്ഷൻ ബി ജോൺ ഗ്രേ, ഓപ്ഷൻ സി ക്യുവിയർ, ഓപ്ഷൻ ഡി ലാമാർക്ക്. 34 ആൻസർ ബി ജോൺ ഗ്രേ ആണ് കറക്റ്റ്. 35ാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് കോളം 1 വിത്ത് കോളം 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ കോഡ്സ് ഗിവൺ ബിലോ. കോളം 1 ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ ഡാർവിൻ ഓഫ് 20th century, ഫാദർ ഓഫ് ബോട്ടണി, ഫാദർ ഓഫ് മെഡിസിൻ. കോളം 2 ഹിപ്പോക്രേറ്റ്സ്, ഏണസ്റ്റ് മേയർ, ലിനേയസ്, തിയോഫ്രാസ്റ്റസ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ കണ്ടുപിടിച്ച ആൾ ലിനേയസ് ആണ്. അപ്പോൾ എ ഓപ്ഷൻ 3 വരുന്നതാണ്. അപ്പോൾ ഓപ്ഷൻസിൽ ഓപ്ഷൻ എയിലും ബിയിലുമാണ് A3 വരുന്നത്. അപ്പോൾ ആ 2 ഓപ്ഷനിൽ ഏത് ഒരെണ്ണമാണെന്ന് ഉറപ്പിക്കാം.
ബി തന്നിരിക്കുന്നത് ഡാർവിൻ ഓഫ് 20th സെഞ്ച്വറി. ഡാർവിൻ ഓഫ് 20th സെഞ്ച്വറി എന്ന് അറിയുന്ന ആൾ ഏണസ്റ്റ് മേയറാണ്. അപ്പോൾ ബി ഓപ്ഷൻ 2. രണ്ട് ഓപ്ഷൻസിലും എ ഓപ്ഷൻ 3യും ബി ഓപ്ഷൻ 2 വരുന്നുണ്ട്. അപ്പോൾ എയോ ബിയോ ആണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ നോക്കാം. ഫാദർ ഓഫ് ബോട്ടണി. ഫാദർ ഓഫ് ബോട്ടണി തിയോഫ്രാസ്റ്റസ് ആണ്. നാലാമത്തെ C4 ആണ്. അപ്പോൾ എ ഓപ്ഷനാണ് കറക്റ്റ്. ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രേറ്റ്സ് ആണ്. 35 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ദ മോഡേൺ ടാക്സോണമി. മോഡേൺ ടാക്സോണമീനെ പറ്റി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇറ്റ് ഡീൽ വിത്ത് ബയോളജിക്കൽ സ്പീഷ്യസ്. ഓപ്ഷൻ ബി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്റ്റഡി ഓഫ് ഓൾ ടൈപ്പ് ഓഫ് വേരിയേഷൻ ഇൻ ദ സ്പീഷ്യസ്. ഓപ്ഷൻ സി സ്പീഷ്യസ് ഈസ് കൺസിഡർഡ് ടു ബി സ്റ്റാറ്റിക്. ഓപ്ഷൻ ഡി ഇറ്റ് ഹാസ് എ ബയോസിസ്റ്റമാറ്റിക് കൺസെപ്റ്റ്. 36ാമത്തേതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. കാരണം മോഡേൺ ടാക്സോണമിയിൽ സ്പീഷ്യസിനെ സ്റ്റാറ്റിക് ആയിട്ടല്ല കരുതുന്നത്, ഡൈനാമിക് ആയിട്ടാണ് കരുതുന്നത്. അത് കാരണം 36 ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് അവസാനിച്ചു.